അടുത്തത് പ്ലോട്ടർ. പ്ലോട്ടർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രിൻ്റർ തന്നെയാണ് സംഭവം. പക്ഷേങ്കിൽ അതിൽ തന്നെ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങളെ കുറിച്ചിട്ടാണ്. ഫസ്റ്റിൽ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കണം അല്ലേ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ചിട്ട് എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ച് നമുക്ക് എന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതായത് ഓഡ് ഔട്ടായിട്ടും ഇൻപുട്ടിൽ പെട്ടതേത് പെടാത്തതേത്, അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ പെട്ടതേത് പെടാത്തതേത്, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഉള്ളിലേക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഡിവൈസ്. ഇന്നിലേക്ക് ഡാറ്റ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ ആ ഇൻപുട്ട് ഡിവൈസ് വഴി നമ്മൾ ഡാറ്റ കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ, അതാണ് ഔട്ട്പുട്ട്. അപ്പോൾ ആ റിസൾട്ട് ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഔട്ട്പുട്ട് ഡിവൈസസ് ആർ ഡിവൈസസ് ദാറ്റ് പ്രിൻറ്റ് ഓർ ഡിസ്പ്ലേ ഔട്ട്പുട്ട് ഫ്രം എ കമ്പ്യൂട്ടർ. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെ കമ്പ്യൂട്ടറുകളിൽ നിന്നുള്ള ഔട്ട്പുട്ടുകൾ പ്രിൻ്റ് ചെയ്യുകയോ, സ്ക്രീനിൽ നമുക്ക് ഡിസ്പ്ലേ കാണുമല്ലോ, അതുപോലെ ഡിസ്പ്ലേ ചെയ്യുകയോ ചെയ്യുന്ന ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഡിവൈസുകൾ. അപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ മോണിറ്ററിന് എക്സാമ്പിളാണ്. പ്രിൻ്റ് ലഭിക്കുമ്പം എന്താണ്, പ്രിൻ്റർ എക്സാമ്പിളാണ്. അതൊക്കെയാണ് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസുകൾ. ഔട്ട്പുട്ട് ജനറേറ്റഡ് ബൈ ദ ഔട്ട്പുട്ട് ഡിവൈസസ് മേ ബി ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ആൻഡ് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ഡിവൈസുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അവയാണ് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസും ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസും. കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ, മോണിറ്ററിൽ ഇതാ ഇപ്പോൾ ഈ കാണുന്ന ഇതൊക്കെ തന്നെ എന്താണ്, സോഫ്റ്റ് കോപ്പിയാണ്. കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചത് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണപ്പെടുന്നതൊക്കെ തന്നെ എന്താണ്, സോഫ്റ്റ് കോപ്പിയാണ്. ഇപ്പം നിങ്ങൾ എൻട്രീൻ്റെ PDF കിട്ടുമല്ലോ അല്ലേ, ക്ലാസ്സുകൾ കാണുന്നതൊക്കെ തന്നെ സ്ക്രീനിലല്ലേ, അത് സോഫ്റ്റ് കോപ്പിയാണ്. ആ PDF ഇപ്പം നോട്ടിൻ്റെയൊക്കെ PDF നമ്മൾ സ്ക്രീനിൽ വായിക്കുന്നു. ആ PDF പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായി മാറി, ഹാർഡ് കോപ്പിയായി മാറി. അപ്പോൾ സോഫ്റ്റ് കോപ്പിയും ഹാർഡ് കോപ്പിയും ഒക്കെ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസുകൾ നമുക്ക് നോക്കാം. മോണിറ്റർ. അപ്പോൾ മോണിറ്റർ എന്ന് പറയുമ്പം അത് ഏതിലായിരിക്കും പെടുക, സോഫ്റ്റ് കോപ്പി ആണോ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആണോ? സ്ക്രീനിൽ മാത്രമാണ് കാണുന്നത് അല്ലേ, വിസിബിൾ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതെന്ത് തന്നെയാണ്, സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇനി അത് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായി മാറി, ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസായി മാറി അല്ലേ. അപ്പോൾ പ്രിൻ്റർ എന്ത് എക്സാമ്പിളാണ്, ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസിന് ഉദാഹരണമാണ്. അപ്പം മോണിറ്റർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസാണ്, സ്ക്രീനാണ് നമ്മൾ കാണുന്നത് അല്ലേ. പിന്നെ പ്രിൻ്റർ ഉണ്ട്, അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്ലോട്ടർ ഉണ്ട്, പിന്നെ പ്രൊജക്ടർ, അതുപോലെ തന്നെ സ്പീക്കർ, ഓഡിയോ വീഡിയോ കാർഡ്സ്, ഇവയൊക്കെ ഔട്ട്പുട്ട് ഡിവൈസിൽ പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ്, പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പ്രിൻ്റർ, പ്ലോട്ടർ, പ്രൊജക്ടർ, പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 എണ്ണം ഉണ്ടെന്ന് അവിടെ ഓർത്ത് വെക്കണേ. നമുക്ക് ഇവിടുന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മോണിറ്ററിനെ കുറിച്ചും പ്രിൻ്ററിനെ കുറിച്ചിട്ടും സ്പീക്കറിനെ കുറിച്ചിട്ടുമാണ്. അപ്പം മോണിറ്റർ, പ്രിൻ്റർ നമ്മളിപ്പോൾ നോക്കും. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ പ്രിൻ്റർ പോലെ തന്നെയുള്ള സംഭവമാണ്. അതിൽ നമ്മൾ പ്രിൻ്ററിൽ മോണിറ്ററിൽ നിന്ന് പ്രിൻ്റ് കൊടുത്തിട്ടാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത് അല്ലേ. പ്ലോട്ടർ എന്ന് പറയുന്ന ഉപകരണം പ്രിൻ്റർ പോലെ തന്നെയാണ്, അതിൽ തന്നെ വരച്ചിട്ട് പ്രിൻ്റ് എടുക്കുന്ന ഉപകരണമാണ്. നമ്മൾ കാണാറില്ല റോഡ് സൈഡിലൊക്കെ വലിയ ഫ്ലെക്സ്, കാറിൻ്റെ അതുപോലെ അപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ഫ്ലെക്സുകൾ കാണുന്നില്ലേ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്ലോട്ടർ. പിന്നെ പ്രൊജക്ടർ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ. സ്പീക്കർ എന്ന് പറഞ്ഞാൽ വോയിസ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. വോയിസ് ഔട്ട്പുട്ട് ഡിവൈസിന് ഉദാഹരണമാണ് സ്പീക്കർ. വോയിസ് ഇൻപുട്ട് ഡിവൈസ് ഉദാഹരണമാണ് മൈക്രോഫോൺ. തമ്മിൽ മാറിപ്പോകണേ. അപ്പോൾ സ്പീക്കർ. ഓഡിയോ വീഡിയോ കാർഡ്സ് എന്ന് വെച്ചാൽ ഈ ഓഡിയോ കാർഡും വീഡിയോ കാർഡും ചെറിയ ചിപ്പുകൾ, അത് നമ്മളെ മദർ ബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നുള്ള കാര്യങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ ഇതും ഔട്ട്പുട്ട് ഡിവൈസിന് ഉദാഹരണമാണ്. മോണിറ്റർ, പ്രിൻ്റർ, പ്ലോട്ടർ, പ്രൊജക്ടർ, സ്പീക്കർ, ഓഡിയോ വീഡിയോ കാർഡ്സ് എന്നിവ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. ഇനി നമുക്ക് മോണിറ്ററിനെ നോക്കാം. എല്ലാവർക്കും മോണിറ്റർ അറിയാം അല്ലേ, സ്ക്രീനാണ് അല്ലേ.
ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വീഡിയോയുടെ അബ്രിവേഷൻ എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുവാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ മോണിറ്ററുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോണിറ്ററാണ്. പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണത്തിന് ഉദാഹരണമാണ് മോണിറ്റർ. എങ്കിൽ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? അതെ, കീബോർഡാണ് അല്ലേ. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്ന കീബോർഡും പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത് മോണിറ്ററുമാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററുകൾ അറിയപ്പെടുന്ന പേരാണ് മോണോക്രോമിക് മോണിറ്റർ. മോണോക്രോമിക് മോണിറ്റർ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററുകൾ അറിയപ്പെടുന്ന പേരാണ് മോണോക്രോമിക് മോണിറ്റർ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പം എത്ര കളറുണ്ട്? പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് വരിക 2 കളറാണല്ലേ, ബ്ലാക്കും വൈറ്റും അല്ലേ. ആക്ച്വലി അത് ഒറ്റ കളറേ ഉള്ളൂ. നമ്മൾ പ്രിൻ്റ് കൊടുക്കുമ്പോൾ വൈറ്റ് പേപ്പറിലൂടെ ബ്ലാക്ക് മഷിയാണ് വരുന്നത് അല്ലേ, ഒറ്റ കളറേ ഉള്ളൂ. അതാണ് മോണോക്രോമിക്. മോണോ ആക്ട് എന്ന് പറഞ്ഞാൽ എത്ര പേരാണ് ഉള്ളത്? ഒരാളാണല്ലോ. അപ്പോൾ മോണോക്രോമിക് മോണിറ്റേഴ്സ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റേഴ്സ് അറിയപ്പെടുന്ന പേരാണ് മോണോക്രോമിക് മോണിറ്റർ. ഇനി ഈ മോണിറ്ററിൻ്റെ റെസല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി, അതിൻ്റെ മിഴിവ് അതിലെ പിക്സലുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു. പിക്സൽ എന്ന് പറഞ്ഞാൽ പിക്ചർ എലമെൻ്റ് ആണ്. പിക്ചർ എലമെൻ്റ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന മോണിറ്ററാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റുകൾ അവൈലബിൾ ആണ്. ഒന്ന് CRT, കാഥോഡ് റേ ട്യൂബ്. ഇതിൻ്റെയൊക്കെ അബ്രിവേഷനാണ് നമുക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ CRT എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ കമ്പ്യൂട്ടറില്ലേ, നമ്മളെ വീട്ടിലേക്കുള്ള പഴയ TV ഇല്ലേ, ബാക്ക് വശം ഇങ്ങനെ പെട്ടി പോലെ വന്നിട്ടുള്ള സംഭവമില്ലേ, അങ്ങനെയുള്ള TV അല്ലെങ്കിൽ സ്ക്രീനാണ്, കമ്പ്യൂട്ടർ സ്ക്രീനാണ് കാഥോഡ് റേ ട്യൂബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ CRTൻ്റെ അബ്രിവേഷൻ കാഥോഡ് റേ ട്യൂബ്. പിന്നെ അതിന് ശേഷമാണ് LCD, ഫ്ലാറ്റ് ടൈപ്പുകൾ വന്നു അല്ലേ. അപ്പോൾ LCD എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ് LCD. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ വരുന്നു. അതായത് നമ്മൾ ചിലപ്പം നമ്മൾ എന്താ പറയുക, സ്ക്രീനിലൊക്കെ ഈ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ പുതിയ ഫോണിൻ്റെ അതുപോലെ തന്നെ LCDനൊക്കെ പരസ്യം വരുമ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ തൊട്ടിട്ടാണ് അവർ കാണിക്കുക, പരസ്യം വരിക. അപ്പോൾ തൊടുന്ന സമയത്ത് ഒരു വെള്ളത്തിൽ തൊട്ട പോലെ വെളിച്ചിൽ വരും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ അതായത് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണുള്ളത്. എങ്ങനെയുള്ളതാണ്? വെള്ളത്തിൻ്റെ രൂപത്തിലുള്ള ക്രിസ്റ്റൽ ഡിസ്പ്ലേ യൂണിറ്റുകൾ. അതായത് നമ്മളെ വാഹനങ്ങളുടെയൊക്കെ ഫ്രണ്ട് ഗ്ലാസ് ഇല്ലേ, സേഫ്റ്റി ഗ്ലാസ് ഇല്ലേ, അത് 2 പോളിത്തീൻ ഷീറ്റ്, പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് പാകിയിട്ടാണ് അത് നിർമ്മിക്കുന്നത്. കാരണം എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ആ ഗ്ലാസ് തറച്ചിട്ട് അതിനുള്ളിൽ ആൾക്കാർക്ക് അപകടം പറ്റാൻ പാടില്ല അല്ലേ. ആ രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ്, ആക്സിഡൻ്റ് ഒക്കെ നടന്ന സ്ഥലങ്ങളിൽ കൂടി നമ്മൾ വേറെ വാഹനങ്ങൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് വെയിലൊക്കെ ആണെങ്കിൽ ആ ക്രിസ്റ്റൽസ് നിലത്ത് കിടന്നിങ്ങനെ തിളങ്ങുന്നുണ്ടാകും, കണ്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ ക്രിസ്റ്റൽ ടൈപ്പാണ് ഇവിടെയുള്ളത്. ഈ 2 തിൻ ഷീറ്റിൻ്റെ ഇടയിൽ ലിക്വിഡ് ക്രിസ്റ്റൽസ് ആണ് പാകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. അതുകൊണ്ടാണ് തൊടുമ്പോൾ നമുക്കൊരു ഒറിജിനാലിറ്റി അവിടെ ഫീൽ ചെയ്യുന്നത്. അത് നമുക്കൊരു PVQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വന്നതാണ് LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. അടുത്തത് OLED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇതിൻ്റെയൊക്കെ അബ്രിവേഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാർബണിൻ്റെ പ്രസൻസ് ഉണ്ട്. ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. അടുത്തത് TFT, തിൻ ഫിലിം ട്രാൻസിസ്റ്റർ ആണ്. പിന്നെ 3 ഡയമെൻഷൻ ആൻഡ് പ്ലാസ്മ സ്ക്രീൻ. അപ്പോൾ വിവിധ തരത്തിലുള്ള വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റുകളാണ് CRT മോണിറ്റേഴ്സ്, കാഥോഡ് റേ ട്യൂബ്, LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, OLED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, TFT, തിൻ ഫിലിം ട്രാൻസിസ്റ്റർ, 3 ഡയമെൻഷൻ ആൻഡ് പ്ലാസ്മ സ്ക്രീൻ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻ്ററിനെ കുറിച്ചിട്ടാണ്.
പ്രിൻ്റർ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ഇതൊരു ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ പ്രിൻ്റർ എല്ലാവരും കണ്ടിട്ടുമുണ്ട്. വിവിധ തരത്തിലുള്ള പ്രിൻ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രിൻ്ററുകളിൽ പ്രിൻ്ററിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രിൻ്ററിനെ പ്രധാനമായിട്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതാണ് ഇമ്പാക്റ്റ് പ്രിൻ്ററും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററും. ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് ആൻഡ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ്. ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ പ്രിൻറ്റിൻ്റെ ഹെഡും പേപ്പറും തമ്മിൽ അവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഇമ്പാക്റ്റ് പ്രിൻ്റർ. കണ്ടോ, പ്രിൻറ്റിൻ്റെ ഈ പ്രിൻ്ററിൻ്റെ ഉള്ളിൽ കൂടി കണ്ടോ പേപ്പറിൽ ഇങ്ങനെ ഓരോ ഡോട്ട് ഇട്ടിട്ടാണ് പോകുന്നത്. നമ്മളെ എന്താ പറയുക, സ്റ്റിച്ചിങ് ടൈലേഴ്സിൻ്റെ ഒക്കെ സ്റ്റിച്ചിങ് മെഷീനില്ലേ, തുണിയിൽ കൂടി അടിച്ചിട്ടല്ലേ പോകുന്നത് അല്ലേ, സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അതുപോലെ പേപ്പറിനെ തൊട്ടിട്ട് കുത്തി ചെറിയ പിൻ ടൈപ്പ് പോലെ കുത്തിയിട്ടാണ് ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ പ്രിൻ്റ് വരുന്നത്. അതായത് അത് പേപ്പറും പ്രിൻ്റ് ഹെഡും തമ്മിൽ അവിടെ കോണ്ടാക്റ്റ് ഉണ്ട്. അത് ഇല്ലാത്ത പ്രിൻ്ററാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ. അപ്പോൾ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ ആ ഒരു ടച്ച് വരുന്നില്ല അല്ലേ. കണ്ടില്ലേ, ഇത് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ പിക്ചറാണ്. ഇവിടെ മഷി എന്താ ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രേ ചെയ്യുന്നുണ്ട്, പക്ഷെ അടുത്തിട്ട് തന്നെയാണുള്ളത്, തൊട്ടിട്ട് ഇവിടെ ഇല്ല. മഷി ഇവിടെ എന്ത് ചെയ്യുന്നു, സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ. അപ്പോൾ തിരിച്ചു വരുന്നു. പ്രിൻ്റർ പ്രധാനമായിട്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഇമ്പാക്റ്റ് ആൻഡ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ അല്ലേ. ഇമ്പാക്റ്റ് രണ്ട് തരത്തിലുണ്ട്, ലൈൻ പ്രിൻ്റേഴ്സും അതുപോലെ തന്നെ ക്യാരക്ടർ പ്രിൻ്റേഴ്സും. ലൈൻ പ്രിൻ്റേഴ്സിന് എക്സാമ്പിളാണ് ഡ്രം പ്രിൻ്ററും അതുപോലെ തന്നെ ചെയിൻ പ്രിൻ്ററും. ഡ്രം പ്രിൻ്ററും അതുപോലെ തന്നെ ചെയിൻ പ്രിൻ്ററും. ഓക്കെ, ക്യാരക്ടർ പ്രിൻ്റേഴ്സിന് എക്സാമ്പിളാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററും അതുപോലെ തന്നെ ഡെയ്സി വീൽ പ്രിൻ്ററുമാണ്. അപ്പോൾ ഇത് നമുക്ക് നിരവധി തവണ പരീക്ഷകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പ്രിൻ്ററിൽ ഇമ്പാക്റ്റിൽ പെട്ടതേത്, നോൺ ഇമ്പാക്റ്റിൽ പെട്ടതേത്, ലൈനിൽ എക്സാമ്പിൾ ഏത്, ക്യാരക്ടേഴ്സിന് എക്സാമ്പിൾ ഏത് എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചർ ഒന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്, ഇമ്പാക്റ്റ് ആൻഡ് നോൺ ഇമ്പാക്റ്റ്. ഇമ്പാക്റ്റ് രണ്ട് തരത്തിലുണ്ട്, ലൈൻ പ്രിൻ്റേഴ്സും ക്യാരക്ടർ പ്രിൻ്റേഴ്സും. ലൈൻ പ്രിൻ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ A to Z പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അറ്റ് എ ടൈമിൽ ഒറ്റയടിക്ക് തന്നെ A മുതൽ Z വരെ ഒരു ലൈനിലേക്ക് പ്രിൻ്റായിട്ട് വരും. ക്യാരക്ടർ പ്രിൻ്റേഴ്സ് എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം A എന്നുള്ള ആൽഫബറ്റ് കംപ്ലീറ്റ് ആകും, എന്നിട്ട് B, അങ്ങനെ അപ് ടു Z വരെ പോകും. അത് ഓരോ ക്യാരക്ടേഴ്സിനെയും പെറുക്കിയിട്ടാണ് പ്രിൻ്റ് ചെയ്യുന്നത്. പക്ഷെ ലൈനിൽ തന്നെ വരും. അതിൻ്റെ ബേസിക് എന്താണ്, ക്യാരക്ടേഴ്സിന് ഒന്ന് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്തതിനെ ചെയ്യുള്ളൂ. ഇത് അറ്റ് എ ടൈം ഒരു ലൈനിൽ ഒറ്റ പഞ്ചിങ് ആണ് അവിടെ വരുന്നത്. ഇത് ഓരോ ക്യാരക്ടേഴ്സിനെയും പെറുക്കി വെച്ച് അങ്ങനെ Z വരെ എത്തിക്കുന്നു. അതുകൊണ്ടാണ് ആ ഒരു പേരവിടെ വന്നിട്ടുള്ളത്. ലൈൻ പ്രിൻ്റേഴ്സിന് എക്സാമ്പിളാണ് ഡ്രം പ്രിൻ്ററും ചെയിൻ പ്രിൻ്ററും. അതായത് പണ്ട് കാലത്ത്, നിലവിൽ നമ്മളിത് യൂസ് ചെയ്യുന്നില്ല, പണ്ട് കാലത്ത് പ്രിൻ്റേഴ്സിനൊക്കെ പേര് കൊടുത്തിട്ടുള്ളത് അതിൽ നിറയ്ക്കുന്ന മഷിക്കുപ്പിയുടെ ഷേപ്പിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഡ്രം പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ഡ്രമ്മിൻ്റെ ഷേപ്പ്, ബക്കറ്റിൻ്റെ ഷേപ്പ്, ചെറിയ ബക്കറ്റിൻ്റെ ഷേപ്പിലാണ് മഷിക്കുപ്പി ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത് ഡ്രം പ്രിൻ്റർ എന്നറിയപ്പെടുന്നു. ചെയിൻ പ്രിൻ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മഷിക്കുപ്പി സൈക്കിൾ ചെയിനിൻ്റെ ആകൃതിയിലുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ചെയിൻ പ്രിൻ്റേഴ്സ് എന്ന പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ലൈൻ എക്സാമ്പിളാണ് ഡ്രം പ്രിൻ്ററും അതുപോലെ തന്നെ ചെയിൻ പ്രിൻ്റേഴ്സും. ക്യാരക്ടർ പ്രിൻ്റേഴ്സിന് എക്സാമ്പിളാണ് ഡോട്ട് മെട്രിക്സും അതുപോലെ തന്നെ ഡെയ്സി വീലും. അപ്പോൾ ഡോട്ട് മെട്രിക്സ് താഴെ വന്നു പോയതാണ്. ഡോട്ട് മെട്രിക്സും അതുപോലെ തന്നെ ഡെയ്സി വീലും. അപ്പം നമ്മൾ പറഞ്ഞു ഓരോ ക്യാരക്ടേഴ്സിനെ പെറുക്കി ആക്കി ഒരു ലൈനിലേക്കാണ് കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഡോട്ട് മെട്രിക്സും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെച്ചാൽ, നിലവിൽ നമ്മളിത് യൂസ് ചെയ്യുന്ന ഒരു പ്രിൻ്ററാണ്. അതായത് അതിൻ്റെ ടെക്നോളജി ഇങ്ങനെയാണ്. ആദ്യം കുറേ ഡോട്ടുകൾ രൂപം കൊള്ളും, എന്നിട്ട് കുറേ ഡോട്ടുകൾ എങ്ങനെയാണ് രൂപം കൊള്ളുക, ഒരു പ്രത്യേക ഫോർമാറ്റ്, മെട്രിക്സ് ഫോർമാറ്റ് പണ്ട് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ. മെട്രിക്സ് ഫോർമാറ്റ് റോ കോളമായിട്ടുള്ള ആ ഒരു ഫോർമാറ്റിൽ കുറേ ഡോട്ടുകൾ രൂപം കൊള്ളും. ആ ഡോട്ടിൽ നിന്നാണ് ആൽഫബറ്റുകൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെക്കണം, ഒരു പ്രത്യേക മെട്രിക്സ് ഫോർമാറ്റിൽ ഡോട്ടുകൾ രൂപം കൊള്ളുന്നു,
അതാണ് പിന്നീട് എന്തായി മാറുന്നത്, അതിൽ നിന്ന് ക്യാരക്ടറായിട്ട് മാറുന്നു. അപ്പോൾ ക്യാരക്ടർ പ്രിൻറ്റേഴ്സിന് എക്സാമ്പിളാണ് ഡോട്ട് മെട്രിക്സ് എന്ന് വളരെ സിമ്പിളായിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഡെയ്സി വീൽ. ഡെയ്സി വീൽ എന്ന് വെച്ചാൽ ചക്രത്തിൻ്റെ ഷേപ്പും ഡെയ്സി പൂവിൻ്റെ എതള് പോലെ സോഫ്റ്റാണ് മഷിക്കുപ്പി എന്നറിയപ്പെടുന്നു. അതുകൊണ്ടാണ് ഡെയ്സി വീൽ എന്ന പേര് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഭാഗത്തിൽ നിന്ന് നിലവിൽ യൂസ് ചെയ്യുന്നത് ഡോട്ട് മെട്രിക്സ് ആണ്. ഡോട്ട് മെട്രിക്സ് മെഡിക്കൽ ഷോപ്പുകളിലും അതുപോലെ LIC ഓഫീസുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അപ്പോൾ 2 കോപ്പി വേണ്ട സ്ഥലത്ത് യൂസ് ചെയ്യുന്ന പ്രിൻ്ററാണ് ഡോട്ട് മെട്രിക്സ്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? കാർബൺ കോപ്പി പ്രിൻ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. 2 കോപ്പി കിട്ടും. ചില മെഡിക്കൽ ഷോപ്പിലൊക്കെ ഒരു കോപ്പി അവിടെ അവർ വെക്കും, ഒരു കോപ്പി നമുക്ക് തരും അല്ലേ. പണ്ടത്തെ LICയിലൊക്കെ നമ്മൾ LIC ഓഫീസിലൊക്കെ ബില്ലടക്കാൻ പോയി കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടാവും അവിടെയുള്ള പ്രിൻ്റർ അല്ലേ. അപ്പോൾ അതിൽ 2 പ്രിൻ്റ് ഉണ്ടാവും. അവർ ആ പേപ്പർ ഇങ്ങനെ പറിച്ചെടുക്കുന്നു. അടുക്ക് എന്തുണ്ട്? കാർബൺ കോപ്പി ഉണ്ട് അല്ലേ. കാർബൺ കോപ്പി കണ്ടിട്ടുണ്ടോ? പണ്ടത്തെ നമ്മൾ ഈ ഇപ്പം എന്താണ് ഡിജിറ്റൽ ടിക്കറ്റ് മെഷീനൊന്നും ആവാത്ത സമയത്ത് പണ്ട് പേപ്പർ ഒരു എഴുതിയിട്ട് കുഞ്ഞി കടലാസ് തരൂലേ, ടിക്കറ്റ് തരില്ല ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ അടിയിൽ കാർബൺ കോപ്പി ഉണ്ടാവും. കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ ചില ആൾക്കാരല്ലേ. ഇനി കണ്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. കാർബൺ കോപ്പി പ്രിൻ്റർ എന്നറിയപ്പെടുന്ന ഏതാണ്? ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററാണ്. ഡ്യുവൽ കോപ്പി പ്രിൻ്റ് തരുന്നത് ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഡോട്ട് മെട്രിക്സ് ആണ്. 2 കോപ്പി പ്രിൻ്റ് തരുന്നു. അപ്പോൾ നമ്മൾ ഇമ്പാക്റ്റിൽ ഉള്ള ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇമ്പാക്റ്റിൽ 2 തരത്തിൽ ഏതൊക്കെയാണ്? ലൈൻ പ്രിൻ്റേഴ്സും ക്യാരക്ടർ പ്രിൻ്റേഴ്സും അല്ലേ. ലൈൻ പ്രിൻ്റേഴ്സിന് എക്സാമ്പിളാണ് ഏതൊക്കെ? ഡ്രമ്മും ചെയിനും. ക്യാരക്ടർ പ്രിൻ്റേഴ്സിന് എക്സാമ്പിളാണ് ഏതൊക്കെ? ഡോട്ട് മെട്രിക്സും അതുപോലെ തന്നെ ഡെയ്സി വീലുമാണ് വരുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ ഇമ്പാക്റ്റ് ആണ്. നോൺ ഇമ്പാക്റ്റിൽ ഇങ്ക് ജെറ്റ്, ലേസർ ആൻഡ് തെർമൽ. ഇങ്ക് ജെറ്റ് പ്രിൻ്റേഴ്സ്, ലേസർ പ്രിൻ്റേഴ്സ് ആൻഡ് തെർമൽ പ്രിൻ്റേഴ്സ്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രിൻ്റർ ഇതിൽ ഏതായിരിക്കും? ഷുവർ ഏത് തന്നെയാണ്? ലേസർ പ്രിൻ്റേഴ്സ് ആണ് അല്ലേ. ഇങ്ക് ജെറ്റ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതോ ഒരു മഷീൻ്റെ കാര്യം അവിടെ പറയുന്നുണ്ട് അല്ലേ. ഇങ്ക് നമ്മൾ മനസ്സിലേക്ക് മഷി എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരിക? പണ്ടത്തെ മഷിക്കുപ്പി മഷിയാണ് ഓർമ്മ വരിക അല്ലേ. പണ്ട് ഹീറോ പെനിലൊക്കെ നിറച്ച മഷിക്കുപ്പി. അത് തന്നെ ഇവിടെ ഇങ്ക് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ്, വെള്ളത്തിൻ്റെ രൂപത്തിലുള്ള മഷിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് കാർട്രിഡ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വെള്ളത്തിൻ്റെ രൂപത്തിലുള്ള മഷി അതറിയപ്പെടുന്നത് കാർട്രിഡ്ജ് എന്ന പേരിലാണ്. ഇപ്പോൾ ഒരു ഡൗട്ട് വരും, ഇനി വെള്ളത്തിൻ്റെ രൂപത്തിലല്ലാണ്ടും മഷി ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ലേസറിൽ പൗഡർ രൂപത്തിലുള്ള മഷിയാണ്, അതറിയപ്പെടുന്ന പേരാണ് ടോണർ. നമ്മൾ പ്രിൻ്ററൊക്കെ കേടായി കഴിഞ്ഞാൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും പ്രശ്നമൊന്നുമില്ല, ടോണർ മാറ്റിയാൽ മതി. മഷിയാണ്, അത് കറുത്ത പൊടി പൗഡർ പോലെ കിടക്കും, പൊടിയായിട്ടാണ് ഉണ്ടാവുക, അതാണ് ടോണർ. ഇവിടെ ഓർക്കണം, ഇങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയുന്ന ഇങ്ക് ലിക്വിഡ് രൂപത്തിലാണ്, ലിക്വിഡ് രൂപത്തിലുള്ള മഷിയാണ്, അതാണ് കാർട്രിഡ്ജ്. ഇനി ലേസറിൽ വരുമ്പോഴേക്കും പൗഡർ രൂപമായി മാറി, അതാണ് ടോണർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രിൻ്റർ ഏത് തന്നെയാണ്? ലേസർ പ്രിൻ്ററാണ്. ഇനി ഇങ്ക് ജെറ്റിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിസ് ടെക്നോളജിയാണ്. സിസ് ടെക്നോളജി കണ്ടിന്യൂസ് ഇങ്ക് സപ്ലൈ സിസ്റ്റമാണ്. കണ്ടിന്യൂസ് ഇങ്ക് സപ്ലൈ സിസ്റ്റമാണ് സിസ് ടെക്നോളജി. കണ്ടിന്യൂസ് ഇങ്ക് സപ്ലൈ സിസ്റ്റം, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ക് സപ്ലൈ ചെയ്യുന്നു. അതൊരു എക്സാമ്പിൾ നമ്മളെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ഇങ്ങനെ ഓർത്ത് നോക്കുക. സ്റ്റുഡിയോ ഇല്ലേ, നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാ ഡിജിറ്റൽ സ്റ്റുഡിയോൻ്റെ മുന്നിലും ബോർഡ് ഉണ്ടാകും, 5 മിനിറ്റ് കൊണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ തയ്യാറാകുന്നുണ്ട് അല്ലേ. അവിടെയൊക്കെ നടക്കുന്ന ടെക്നോളജി സിസ് ടെക്നോളജിയാണ്. അപ്പോൾ ഇങ്ക് ജെറ്റ് പ്രിൻറ്റേഴ്സാണ് കോമൺ ആയിട്ട് അവിടെ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്ത് നോക്കുക. ക്വാളിറ്റി ഉള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രിൻറ്റേഴ്സാണ് ലേസർ. ലേസറിൻ്റെ അബ്രിവേഷൻ എന്താ? ലേസറിൻ്റെ ഫുൾ ഫോമാണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് emission of radiation. Light amplification by stimulated emission of radiation. ലേസർ കണ്ടുപിടിച്ചത് തിയോഡർ
മെയ്മാനാണ്. മെയ്മാൻ, തിയോഡർ മെയ്മാനാണ്. അപ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രിൻ്ററാന്ന് പറഞ്ഞു. ഇവിടെ നടക്കുന്ന ടെക്നോളജി എന്ന് വെച്ചാൽ ഫോട്ടോ കോപ്പിങ് ടെക്നോളജിയാണ്. ഫോട്ടോ കോപ്പി മെഷീൻ നടക്കുന്ന ടെക്നോളജിയാണ്. ഇവിടെ സിസ് ടെക്നോളജിയാണ് വരുന്നത്. ഈ രണ്ട് പ്രിൻ്ററും രണ്ടും ഇങ്ക്ജെറ്റും ലേസറും അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പേജ് പ്രിൻ്റർ. രണ്ടും അറിയപ്പെടുന്നുണ്ട്. അത് നമുക്ക് PVQ ആണ് താഴെ തന്നിട്ടുള്ളവയിൽ. പേജ് പ്രിൻ്റർ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാളാണ് ഉണ്ടാവുക. രണ്ടും ഓപ്ഷൻ ഉണ്ടെങ്കിൽ രണ്ടും ശരി എന്നുള്ള ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ക്ജെറ്റും ലേസറും രണ്ടും തന്നെ പേജ് പ്രിൻ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് തെർമൽ പ്രിൻ്റേഴ്സ്. തെർമൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഓർമ്മ വരിക? ഒരു ചൂടുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? തെർമൽ പവർ സ്റ്റേഷൻ, താപവൈദ്യുത നിലയം, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നിന്നുള്ള പേപ്പറിന്, പ്രിൻ്റ് വരുന്ന പേപ്പറിന് നല്ല ചൂടുണ്ടാവും. നോർമലി എല്ലാ പേപ്പറും ഒരു മെഷീനിൽ കൂടി കടന്നു വരുന്ന എല്ലാ പേപ്പറിനും ചൂടുണ്ടാവും അല്ലേ? അതായത് ഒരു ഡിവൈസിൽ കൂടി കടന്നു വരുന്നതിന് ചൂടുണ്ടാവും. നമ്മൾ അരിയൊക്കെ പൊടിച്ച് കൊണ്ടുവന്നാൽ ചൂടുണ്ടാവുന്നല്ലേ? അതുപോലെ. പക്ഷേ ഇതിന് കുറച്ചും കൂടി ചൂടുണ്ടാവും. തെർമൽ പ്രിൻ്റേഴ്സ് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ പ്രിൻ്റേഴ്സാണ് തെർമൽ പ്രിൻ്റേഴ്സ്. പണ്ടൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്, ഫാക്സ് മെഷീനിൽ, ഇന്നത്തെ ഇമെയിലിന് പകരം പണ്ടുണ്ടായ സംവിധാനം അല്ലേ, ഫാക്സ് മെഷീനിൽ ഉപയോഗിക്കുന്ന പ്രിൻ്റർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തെർമൽ പ്രിൻ്റേഴ്സാണ് അല്ലേ? അതുപോലെ തന്നെ നിലവിൽ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, KSRTC കണ്ടക്ടേഴ്സിൻ്റെ കയ്യിലുള്ള ടിക്കറ്റ് മെഷീൻ, അങ്ങനെയുള്ള എല്ലാ ടിക്കറ്റ് മെഷീൻ, KCB ബില്ലിങ്, അതിലൊക്കെ ഉപയോഗിക്കുന്നതാണ് തെർമൽ പ്രിൻ്റേഴ്സാണ് ഇല്ല. കറണ്ടിൻ്റെയൊക്കെ ബില്ല് വന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ അതിൽ എഴുത്തൊന്നും കാണുന്നുണ്ടാവില്ല അല്ലേ? മാഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ക്വാളിറ്റി കുറഞ്ഞ തെർമൽ പ്രിൻ്റേഴ്സാണ്. ആ ടൈപ്പ് പ്രിൻ്റേഴ്സൊക്കെ തന്നെ കേട്ടോ. കണ്ടക്ടേഴ്സിൻ്റെ കയ്യിലുള്ള ടിക്കറ്റ് മെഷീൻ, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ കളക്ഷൻ ഏജൻറ്റുമാരുടെ കയ്യിലുള്ള മെഷീൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയുള്ളത് തെർമൽ പ്രിൻ്റേഴ്സാണ് അല്ലേ? അപ്പം നമുക്ക് നോക്കാം. പ്രിൻ്റർ പ്രധാനമായിട്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്, ഇമ്പാക്റ്റ് ആൻഡ് നോൺ ഇമ്പാക്റ്റ്. ഇമ്പാക്റ്റ് 2 തരത്തിലുണ്ട്, ലൈൻ പ്രിൻ്റേഴ്സും അതുപോലെ തന്നെ ക്യാരക്ടർ പ്രിൻ്റേഴ്സും. ലൈൻ പ്രിൻ്റേഴ്സിന് എക്സാമ്പിളാണ് ഡ്രമ്മും ചെയിനും. ക്യാരക്ടർ പ്രിൻ്റേഴ്സിന് എക്സാമ്പിളാണ് ഡോട്ട് മെട്രിക്സും ഡെയ്സി വീലും. ഇമ്പാക്റ്റിൽ ഇത്രയും. ഇനി നോൺ ഇമ്പാക്റ്റിലേക്ക് വരുമ്പോൾ ഇങ്ക്ജെറ്റ്, ലേസർ ആൻഡ് തെർമൽ. ഇവിടെ നമുക്ക് റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇമ്പാക്റ്റിലുള്ളത് ഏത്, നോൺ ഇമ്പാക്റ്റിൽ പെട്ടത് ഏത്, പിന്നെ ലൈനിലുള്ളതും ക്യാരക്ടേഴ്സിലുള്ളതും, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ്, പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും PYQs ആണ്. ക്ലിയർ ആണല്ലോ? അടുത്തത് പ്ലോട്ടർ. പ്ലോട്ടർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രിൻ്റർ തന്നെയാണ് സംഭവം, പക്ഷേങ്കിൽ അതിൽ തന്നെ വരച്ച് പ്രിൻ്റ് എടുക്കുന്ന സംഭവമാണ് അല്ലേ? ഡിവൈസാണ്. ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഉപകരണമാണ്. അപ്പോൾ എന്താണ് പ്ലോട്ടർ 2 തരത്തിലുണ്ട്, ഡ്രം പ്ലോട്ടറും ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറുമാണ്. അപ്പോൾ ഡ്രം എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഡ്രമ്മിൻ്റെ ഷേപ്പിൽ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഉരുണ്ട് ഇവിടെ ഇത് തിരിയാണ് ചെയ്യുക. അങ്ങനെയാണ് അതിലേക്ക് പിക്ചേഴ്സ് ഫോം ചെയ്യുന്നത്. ഇത് ഫ്ലാറ്റ് ബെഡാണ്, ഫ്ലാറ്റായിട്ടുള്ള സർഫേസാണ്. അപ്പോൾ എത്ര ഓർത്തൊക്കെ, പ്ലോട്ടർ 2 തരത്തിലുണ്ട്, ഡ്രമ്മും ഫ്ലാറ്റ് ബെഡുമാണ്. പിന്നെ പ്രൊജക്ടർ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. സ്പീക്കർ നമുക്ക് റിപ്പീറ്റഡ് PYQ ആണ്. വോയിസ് ഔട്ട്പുട്ട് ഡിവൈസ് ഏതെന്നാണ് ചോദിക്കുക. വോയിസ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഇത് സ്പീക്കർ. വോയിസ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് സ്പീക്കർ. അപ്പോൾ നമുക്ക് നോക്കാം. മോണിറ്റർ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നമുക്ക് ഈ മോണിറ്ററിൽ നിന്ന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പ്രിൻ്ററും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്ലോട്ടറും ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പം പ്രിൻ്റർ, പ്ലോട്ടർ, പ്രൊജക്ടർ ഒന്നോർത്ത് നോക്കാം. സ്പീക്കറുമായി ബന്ധപ്പെട്ട ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, വോയിസ് ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണെന്നുള്ളത്. പിന്നെ മറ്റൊരു ഔട്ട്പുട്ട് ഡിവൈസാണ് ഓഡിയോ വീഡിയോ കാർഡ്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഔട്ട്പുട്ടിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.